ദൈവം ക്ഷമിച്ച് മടുക്കുന്നില്ല. നമ്മൾ ക്ഷമിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും മടുക്കാൻ പാടില്ല. എത്ര തവണ ക്ഷമിക്കേണ്ടി വന്നാലും ക്ഷമിക്കണം. പോപ്പ് ഫ്രാൻസിസിൻ്റെ വാക്കുകളാണ്. ലോകത്തെ മുഴുവൻ കരുണയുടെയും സ്നേഹത്തിൻ്റെയും വലിയ ഒരു സ്വാധീനത്തിലേക്ക് കൊണ്ടുവരുവാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിച്ച വലിയ ഒരു മനുഷ്യൻ നമ്മെ വിട്ടുപിരിയുന്ന ഫ്യൂണറലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത്. എന്താണ് പോപ്പ് ഫ്രാൻസിസ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം? ലോകത്തെ മുഴുവൻ ഒന്നായിട്ട് കാണാനും ഫാദർഹുഡ് ഓഫ് ഗോഡ് ആൻഡ് ബ്രദർഹുഡ് ഓഫ് മാൻകൈൻഡ്, ദൈവത്തിൻ്റെ പിതൃത്വവും മനുഷ്യരുടെ സാഹോദര്യവും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനുമുള്ള ഒരു ആഹ്വാനം. വ്യത്യാസങ്ങൾ വൈരുദ്ധ്യങ്ങളല്ല, വ്യത്യാസങ്ങൾ സൗന്ദര്യങ്ങളാണെന്നുള്ള വലിയൊരു തിരിച്ചറിവിൽ ആ സ്നേഹത്തിൻ്റെ കുടക്കീഴിൽ നിന്ന് ആരെയും മാറ്റി നിർത്താത്ത ഒരു വലിയ ഒരു ശക്തി, ഒരു ചൈതന്യം, അതാണ് നാം പോപ്പ് ഫ്രാൻസിസിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഗാസയിൽ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ പോപ്പ് ഫ്രാൻസിസ് ശബ്ദമുയർത്തുന്നത്, അഭയാർത്ഥികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയത്, വ്യത്യസ്തരായ ലൈംഗികതയുള്ള ആളുകളെയും ആ സ്നേഹത്തിൻ്റെ കുടക്കീഴിൽ ചേർത്ത് നിർത്താനായിട്ട് പരിശ്രമിച്ചത്. കരുണയുടെ വലിയ ഒരു മുഖം, ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്പർശം ലോകത്തിന് നൽകി കടന്നുപോയ ആ വലിയ നേതാവിന് ഒത്തിരി സ്നേഹത്തോടുകൂടെ പ്രാർത്ഥനകളും ആദരാഞ്ജലികളും.